നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ അപ്പുറത്തേക്ക് ഇരിക്കാം. വേണ്ട, മാറിയിരിക്കുന്നെങ്കിൽ മാറിയിരിക്കട്ടെ ദീപക്. നമുക്കല്പം പ്രൈവസി വേണ്ടേ? അതല്ല, രോഹിത് കൂടി കേൾക്കണം എന്റെ സംസാരം. രോഹിത് ഇരിക്കേ. ആദ്യമായി രോഹിതിനോടൊരു സോറി പറഞ്ഞോട്ടെ. അന്ന് അത്രയും പരുഷമായി പെരുമാറിയതിനും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അപമാനിച്ചതിനും. അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ദീപക്. അങ്ങനെയല്ലല്ലോ ഞാൻ നേരിട്ട് പറയുമ്പോ. തെറ്റിദ്ധാരണ ഉണ്ടാ അന്ന് അങ്ങനെ പെരുമാറിയത്. വാസ്തവത്തിൽ അവിടെ തീരുമായിരുന്നു ശ്യാമയുടെ ജീവിതം. സർവ്വതും നഷ്ടപ്പെട്ട് തകർന്നു നിന്ന ശ്യാമയുടെ കരുത്തിൽ താലി കെട്ടി സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിച്ച രോഹിതിന്റെ വലിയ മനസ്സാ. എന്തിനാ ദീപക് ഇനി പഴങ്കഥകളൊക്കെ വിളമ്പുന്നത്? നമുക്കിനി മുന്നോട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. മുന്നോട്ടുള്ള കാര്യങ്ങൾ, അതാണ് പ്രധാനം. നമുക്ക് പരസ്പരം മറക്കാൻ രോഹിത്. നമ്മൾ പരസ്പരം കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അതും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ശ്യാമയും അങ്ങനെ തന്നെ കരുതണം. ഞാൻ എപ്പോഴേ അതൊക്കെ മറന്നു കഴിഞ്ഞു ദീപക്. ഒപ്പം എന്നെയും മറക്കണം. എന്താ ദീപക് പറഞ്ഞേ? ശ്യാമേ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അതിനി എന്തൊക്കെ വിശദീകരണം കൊടുത്താലും ബന്ധുക്കളെയോ നാട്ടുകാരെയോ പറഞ്ഞു മനസ്സിലാക്കാനാവില്ല. അവരുടെ ഒന്നും മനസ്സിനത് മാഞ്ഞു പോവില്ല. എന്നും ഒരു കറയായിട്ട് അതങ്ങനെ കിടക്കും. ശ്യാമേ, ട്രൈ ടു അക്സെപ്റ്റ് ദ റിയാലിറ്റി. യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. ശ്യാമയ്ക്ക് ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനാവില്ല. അച്ഛൻ്റെ അമ്മയുടെ തീരുമാനത്തിനപ്പുറം എനിക്ക് മറ്റൊരു ജീവിതം ഉൾക്കൊള്ളാൻ കഴിയില്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കണം. എന്റെ അച്ഛമ്മ അത്യാസന നില കിടക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ ഒന്ന് കാണണമെന്ന് അച്ഛമ്മയുടെ അന്ത്യ അഭിലാഷമായിരുന്നു. ശ്യാമയുടെ കല്യാണം മാറിപ്പോയ സ്ഥിതിക്ക് അച്ഛനും അമ്മയും എനിക്ക് പുതിയൊരു ബന്ധം ഉറപ്പിച്ചു. അച്ഛന്റെ ബിസിനസ് ഫ്രണ്ട്സിൽ ഒരാളുടെ മകളാ. പേര് മിഥില. തറവാടിത്തവും പണവുമെല്ലാം തോളൊപ്പം. സൗന്ദര്യമുണ്ട്. ബന്ധം വേണ്ടെന്ന് പറയാൻ തക്ക കാരണമൊന്നും ഞാൻ കണ്ടില്ല. ഉടനെയുണ്ട് ഞങ്ങളുടെ വിവാഹം. പിന്നെന്തിനാ ദീപക് എന്നെ കാണണമെന്ന് പറഞ്ഞ്? ശ്യാമയെ നേരിട്ടുണ്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ. ഇപ്പോഴുള്ള ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ടു പോകണമെന്ന് പറയാൻ. എന്നെ പൂർണ്ണമായും മറക്കണമെന്ന് ഉപദേശിക്കാൻ. മേലിൽ എന്റെ ഫോണിലേക്ക് മെസ്സേജ് കോളോ വരരുതെന്ന് പറയാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.